ഈ ക്വസ്റ്റ്യൻ നോക്കാം. ടു കോൺസെൻട്രിക് സർക്കിൾസ് ആർ ഓഫ് റേഡിയൈ 5 cm and 3 cm. Find the length of the chord of the larger circle which touches the smaller circle. വല്ലതും മനസ്സിലായോ? ഫിഗർ വരച്ചാൽ ക്ലിയർ ആവുള്ളൂ. കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിൾസ് ഹാവിങ് സെയിം സെൻറ്റർ. രണ്ട് സർക്കിള് ഉണ്ട്, അതിന് രണ്ടിനും ഒരേ സെൻറ്ററാണ്. അതാണ് കോൺസെൻട്രിക് സർക്കിൾസ്. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതൊരു സർക്കിളാണ്. ഇതിൻ്റെ സെൻറ്റർ ഒ ആണെന്ന് വിചാരിക്കുക. കേട്ടല്ലോ, ഒരു സർക്കിളുണ്ട്, അതിൻ്റെ സെൻറ്റർ ഒ ആണ്. ഇതിൻ്റെ റേഡിയസ് 5 ആയിക്കോട്ടെ. ഓക്കെ, ഫസ്റ്റത്തെ സർക്കിളിൻ്റെ റേഡിയസ് 5 ആണല്ലോ. ഓക്കെ, പിന്നെ വേറൊരു സർക്കിളുണ്ട്, ഇതേ സെൻറ്റർ തന്നെയായിട്ടുള്ള വേറൊരു സർക്കിളുണ്ട്, റേഡിയസ് 3 ആണ്. കണ്ടില്ലേ, സെയിം സെൻറ്റർ ആവുന്ന വേറൊരു സർക്കിൾ വരച്ചു, റേഡിയസ് 3 ആണ്. ഇത് രണ്ടും കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. ആ വലിയ സർക്കിളിൻ്റെ റേഡിയസ് 5ഉം ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് 3ഉം. വേണ്ടത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് ദ ലാർജർ സർക്കിൾ വിച്ച് ടച്ചസ് ദ സ്മോളർ സർക്കിൾ. ആ വലിയ സർക്കിളിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏതെങ്കിലും രണ്ട് പോയിന്റ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈൻ കോഡാണ്. ഇതൊരു കോഡാണ്, ഇതൊരു കോഡാണ്. അങ്ങനെ ഒരുപാട് കോഡുകൾ നമുക്ക് വരയ്ക്കാം. ഇതൊക്കെ കോഡുകളാണ്. കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിനകത്തുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റ്, അത് കോഡാണ്. ഇവിടെ ആ വലിയ സർക്കിളിൻ്റെ ഒരു കോഡ് വരയ്ക്കണം. അത് പക്ഷേ ആ ചെറിയ സർക്കിളിനെ ടച്ച് ചെയ്ത് പോകാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെ വരയ്ക്കണം? എങ്ങനെ വരയ്ക്കണം? കണ്ടില്ലേ, നോക്കിയേ, എങ്ങനെ വരച്ചാൽ ശരിയാ? ഇപ്പോൾ വരച്ചിരിക്കുന്ന കോഡ് ആ വലിയ സർക്കിളിൻ്റെ ഒരു കോഡാണത്. അറ്റ് ദ സെയിം ടൈം അത് ആ ചെറിയ സർക്കിളിനെ ടച്ച് ചെയ്ത് പോകുന്നുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു കോഡ് വരയ്ക്കണം. അതിൻ്റെ ലെങ്ത്താണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചെറിയ സർക്കിളിനെ ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ഒരു കോഡ് വരയ്ക്കണം. ആ കോഡിൻ്റെ ലെങ്ത്താണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാനിത് വരയ്ക്കട്ടെ. അപ്പോൾ ഞാൻ വരച്ചു. ഇത് ഈ കോഡിൻ്റെ ലെങ്ത്താണ് വേണ്ടത്. ഈ പോയിന്റിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം, ഈ പോയിന്റിന് ബി എന്ന് പേര് കൊടുക്കാം. ഓക്കെ, എ ബിയുടെ ലെങ്ത്താണ് ക്വസ്റ്റ്യൻ. ഇതെന്തെന്നാ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ടച്ച് ചെയ്യുന്ന പോയിൻ്റാണിത്. നമുക്കതിന് സി എന്നങ്ങാനും പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഒയും ബിയും തമ്മിൽ ജോയിൻ ചെയ്താലോ? ഒയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യാണ്. അത് ആ വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ് അല്ലേ? ഒയും ബിയും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ വലിയ സർക്കിളിൻ്റെ റേഡിയസ് കിട്ടും. ശരിയല്ലേ? അതെത്രയാ? വലിയ സർക്കിളിൻ്റെ റേഡിയസ് 5 ആണ്. അപ്പോൾ ഇത് 5 cm. ഒ ബി 5 ആണ്. ഇനി ഞാൻ ഒയും സിയും തമ്മിൽ ജോയിൻ ചെയ്തോട്ടെ. ജോയിൻ ചെയ്തു, ഒ സി കിട്ടി. ഈ ഒ സി എന്ന് പറഞ്ഞാൽ ആ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? നോക്കി, ഒ സി എന്ന് പറഞ്ഞാൽ ആ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അത് 3 ആണല്ലേ? 3 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, 3 എന്ന് മാർക്ക് ചെയ്യാൻ പോവാണ്. ഇത് 3 cm. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി കണ്ടുപിടിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിക്ക് പെർപെൻഡിക്കുലറാണ്. ശരിയല്ലേ? അത് നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണ്. സെൻറ്ററും പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? ടാൻജൻറ്റിന് പെർപെൻഡിക്കുലറാണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ 9th സ്റ്റാൻഡേർഡിൽ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒയിന്ന് എ ബി എന്ന് പറഞ്ഞ കോഡാണല്ലോ, വലിയ സർക്കിളിൻ്റെ കോഡാണല്ലോ എ ബി. ഒയിന്ന് ഒരു പെർപെൻഡിക്കുലർ അല്ലേ ഈ വരച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സി എന്ന് പറഞ്ഞാൽ മിഡിൽ പോയിൻ്റ് ആയിരിക്കും. എ ബിയുടെ കറക്റ്റ് മിഡിലായിരിക്കും ആര്? സി വരുന്നത്. അത് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. സെൻറ്ററിൽ നിന്ന് എ ബി എന്ന് പറഞ്ഞൊരു കോഡാണ്. സെൻറ്ററിൽ നിന്ന് കോഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ കോഡിനെ ഈക്വലായിട്ട് കട്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ എ ബിയുടെ കറക്റ്റ് മിഡിലാണ് ഇരിക്കുന്നത്. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ബി സി കണ്ടാലോ? ബി സി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ എടുത്താൽ എ ബി കിട്ടും അല്ലേ? ബി സിയുടെ ഡബിളാണ് എ ബി. സോ നമുക്ക് ബി സി കാണാം യൂസിങ് പൈതഗോറസ് തിയറം.
അതെങ്ങനെയാണ്? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നില്ലേ? കാണില്ലേ? ഒ സി ബി എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഹൈപ്പോട്ടന്യൂസ് 5 അല്ലേ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. സോ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്തിനോട് ഈക്വലാണ്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് അതർ സൈഡ്സ്. അതായത് 3 സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. 3 സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇങ്ങനെ വരും. അറേഞ്ച് ചെയ്താൽ ബി സി സ്ക്വയർ കിട്ടിയില്ലേ? ബി സി സ്ക്വയർ എന്ത് വരും? 25 മൈനസ് 9. ഈ 3 സ്ക്വയർ ലെഫ്റ്റിലോട്ട് പൊക്കോട്ടെ. ബി സി സ്ക്വയർ വിൽ ബി 25 മൈനസ് 9. ഓർ ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. 25 മൈനസ് 9 16 ആണല്ലോ. ഓർ ബി സി ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് 16 ആവും. ബി സി സ്ക്വയർ 16 ആകുമ്പോൾ ബി സി റൂട്ട് 16, അതായത് 4 വരും. ബി സി 4 ആകുമ്പോൾ എ ബി എന്ത് വരും? എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സിയുടെ ഡബിൾ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എ ഈക്വൽ ടു 2 times 4. 2 times 4 ഓർ എ ബി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ ആണ് ആൻസർ വരുന്നത്.